തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ചു. മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ ഇറക്കി ബസ് മുന്നോട്ടെടുക്കുമ്പോഴായിരുന്നു അപകടം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, തികച്ചും അശ്രദ്ധയോടെയുള്ള ബസ് ഓടിയതാണ് ഇത്തരത്തിലൊരു അപകടം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇറക്കി ബസ് മുന്നോട്ടെടുക്കുമ്പോൾ കുട്ടിയെ ഇടിക്കുന്നു. അപ്പോൾ ബസ്സിലുള്ളവരുടെ അശ്രദ്ധ തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഒരു അപകടം ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്? ശ്രീനന്ദ, അതിലൊരു തിരുത്തുണ്ട്. കുട്ടിക്ക് വീടിന് മുന്നിൽ തന്നെയാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ബസിന്റെ യാതൊരു തരത്തിലുള്ള തിരുവനന്തപുരം മടവൂർ സ്കൂൾ ബസ് കയറിയാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതെങ്കിൽ കൂടി കുട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി മുന്നോട്ട് നടക്കുമ്പോൾ കേബിളിൽ തട്ടി കാൽ വഴുതി ബസിന്റെ അടിയിലേക്ക് വീഴുകയും തുടർന്ന് ബസ് ഡ്രൈവർ ശ്രദ്ധിക്കാതെ വണ്ടി മുന്നോട്ട് എടുത്തപ്പോൾ ബസിന്റെ ടയർ കയറി കുട്ടി മരിക്കുകയുമായിരുന്നു. കുട്ടി കേബിൾ തട്ടിയാണ് മരിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അങ്ങനെയാണ്. കുട്ടി തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതാണ് കുട്ടി കേബിളിൽ തട്ടി വീണ് ബസിന്റെ അടിയിലേക്ക് പോവുകയായിരുന്നു. ശ്രദ്ധിക്കാതെ ബസ് എടുത്തപ്പോഴാണ് കുട്ടിയുടെ ശരീരം പിൻ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥി കൃഷ്ണേന്ദു ആണ് മരിച്ചിരിക്കുന്നത്. അപകടം കുട്ടിയുടെ വീടിന് മുന്നിൽ വെച്ച് തന്നെയാണ് നടന്നിരിക്കുന്നത്. വിനോദ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം പങ്കുവെക്കുന്നത്. അവിടെ കുട്ടി സ്കൂൾ ബസ് ഇറങ്ങുമ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കളാരും അവിടെ അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീനന്ദ? അങ്ങനെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ കേബിൾ തട്ടി അതേ ബസ്സിൻ്റെ അടിയിലേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇറങ്ങുന്ന സമയത്ത് വീട്ടുകാരാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീനന്ദ? മുന്നിൽ തന്നെയാണ് കുട്ടി ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് ഒന്ന് മുന്നോട്ട് പോയി വീട്ടിന്റെ വാതിലേക്ക് ഒന്ന് കയറിയാൽ എത്താനുള്ള ദൂരത്തിൽ നിന്ന് കയറിയപ്പോഴാണ് കേബിൾ തട്ടി കുട്ടി വീഴുകയും അതിദാരുണമായ ഒരു അപകടം നടക്കുകയും ചെയ്തത്. ആ സമയം വീട്ടിനുള്ളിലായിരുന്നു വീട്ടുകാർ എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. വിനോദ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം ഈ സന്ധ്യ നേരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമകൾ വീടിൻ്റെ തൊട്ടു മുമ്പിൽ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീടിന് മുമ്പിലുണ്ടായിരുന്ന ഒരു കേബിളിൽ തട്ടി അതേ ബസ്സിൻ്റെ അടിയിലേക്ക് പോവുകയും ആ ബസ് കയറി മരിക്കുകയും ചെയ്യുന്ന അതിസങ്കടകരമായ ഒരു വാർത്തയാണ് ശ്രീനന്ദ ഈ അവസരത്തിൽ പങ്കുവച്ചത്.